എല്ലാവർക്കും നമസ്കാരം. ഡൽഹിയിൽ നടന്ന നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇന്ന് ജൂലൈ 26. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവെച്ച പുതിയൊരു വീഡിയോയിലെ ആ മാസ്റ്റർ പ്ലാൻ എന്താണെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട നമ്മുടെ രാജ്യത്ത് നടന്ന പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. അതിനെക്കുറിച്ചുള്ള പഴയ കഥകൾ പറയാനല്ല ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, മറിച്ച് ഈ പ്രശ്നത്തിന് ഗവൺമെന്റ് കണ്ടെത്തിയ യഥാർത്ഥ പരിഹാരം എന്താണ് എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോയുടെ കോണ്ടന്റിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രധാനമന്ത്രിയുടെ ഈ പുതിയ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. ഇതൊരു സാധാരണ രാഷ്ട്രീയ മറുപടിയല്ല, പ്രശ്നങ്ങളെ ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമവുമല്ല, മറിച്ച് ഇന്ത്യയിലെ പരീക്ഷാ സംവിധാനത്തെ അടിമുടി മാറ്റാൻ പോകുന്ന ഒരു വലിയ മാസ്റ്റർ പ്ലാനാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി തന്റെ വീഡിയോയിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യം എന്നത് ഒരു ഹൈ പവേർഡ് ടാസ്ക് ഫോഴ്സിനെ രൂപീകരിക്കുന്നതിനെ കുറിച്ചാണ്. നമ്മൾ സാധാരണ കേൾക്കുന്ന പോലെയുള്ള ഒരു അന്വേഷണ കമ്മിറ്റി അല്ല ഇത്. സമിതിയുടെ തലപ്പത്തിരിക്കുന്ന ആളെക്കുറിച്ച് കേട്ടാൽ തന്നെ ഗവൺമെന്റ് ഈ വിഷയത്തെ എത്രത്തോളം ഗൗരവമായി കാണുന്നു എന്ന് മനസ്സിലാകും. ആരാണ് ഈ സമിതിയെ നയിക്കുന്നത്? പ്രശസ്ത സാങ്കേതിക വിദഗ്ധനായ നന്ദൻ നിലേഖനി. ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന ആധാർ സംവിധാനത്തിന് പിന്നിലെ ബുദ്ധികേന്ദ്രമാണ് അദ്ദേഹം. അങ്ങനെ ഒരാളെ ഈ സമിതിയുടെ തലപ്പത്ത് കൊണ്ടുവരുന്നതിന്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. പരീക്ഷാ നടത്തിപ്പിൽ ഇനി മനുഷ്യരുടെ ഇടപെടലുകൾ കുറയ്ക്കണം, പകരം അവിടെ ലോകോത്തര നിലവാരമുള്ള സാങ്കേതിക വിദ്യ കൊണ്ടുവരണം. ഡാറ്റ സുരക്ഷയെക്കുറിച്ച് വളരെയധികം പാണ്ഡിത്യമുള്ള വിരലിൽ എണ്ണാവുന്ന ചില ആളുകളിൽ ഒരാളാണ് നന്ദൻ നിലേഖനി. ഇദ്ദേഹത്തെ കൂടാതെ സമിതിയിലുള്ള മറ്റാളുകളെ കുറിച്ച് അറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ഡ്രീം ടീമാണെന്ന്. അതിൽ ആദ്യത്തെ പേര് നമുക്ക് മലയാളികൾക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരാളുടേതാണ്. എസ് സോമനാഥ്, മുൻ ISRO ചെയർമാൻ. എന്തിനാണ് ഒരു സ്പേസ് സയന്റിസ്റ്റിനെ പരീക്ഷാ പരിഷ്കരണ സമിതിയിൽ ഉൾപ്പെടുത്തുന്നത് എന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നാം. ISRO എന്ന് പറഞ്ഞാൽ കൃത്യതയുടെ പര്യായമാണ്. ചന്ദ്രയാൻ പോലെയുള്ള വലിയ മിഷനുകൾ യാതൊരു പിഴവുമില്ലാതെ പൂർത്തിയാക്കിയ ആ കൃത്യത, ഒരു പ്രൊഫഷണലിസം ഇന്ത്യയിലെ പരീക്ഷ നടത്തിപ്പിലും കൊണ്ടുവരിക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അടുത്തതായി മുൻ IB ഡയറക്ടറായ തപൻ ദക്ക. പരീക്ഷാ പേപ്പർ ചോർച്ച എന്ന് പറയുന്നത് വെറുമൊരു അബദ്ധമല്ല, അതൊരു ഓർഗനൈസ്ഡ് ക്രൈമാണ്. വലിയ മാഫിയകൾ ഇതിനെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്രിമിനലുകൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ രാജ്യത്തെ ഏറ്റവും മികച്ച ഇന്റലിജൻസ് ഓഫീസറെ തന്നെ സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ IIT മദ്രാസ് ഡയറക്ടർ V കാമകോടിയും ഈ സമിതിയിലുണ്ട്. അദ്ദേഹം സൈബർ സെക്യൂരിറ്റിയിൽ വലിയ അറിവുള്ള വ്യക്തിയാണ്. ചുരുക്കത്തിൽ ടെക്നോളജി, ഇന്റലിജൻസ്, കൃത്യത, ഇത് മൂന്നും ചേർന്ന ഒരു പവർ പാക്ഡ് ടീമിനെയാണ് പ്രധാനമന്ത്രി കളത്തിലിറക്കിയിരിക്കുന്നത്. ഇനിയാണ് നമ്മൾ പ്രധാനമന്ത്രിയുടെ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ പരീക്ഷാ രീതികൾ വിശ്വസ്തമായിരിക്കണം, സുതാര്യമായിരിക്കണം, അവിടെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം പരമാവധി ഉണ്ടായിരിക്കണം. എന്താണ് ഇതിന്റെ അർത്ഥം? പഴയതുപോലെ ചോദ്യപേപ്പറുകൾ അച്ചടിച്ച് ട്രക്കിൽ കയറ്റി കൊണ്ടുപോകുന്ന പരിപാടി ഇനി ഉണ്ടാകില്ല. ഡിജിറ്റലി എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള രീതികളിലേക്കാണ് നമ്മുടെ പരീക്ഷകൾ മാറാൻ പോകുന്നത്. ആർക്കും ഒരു തരത്തിലും ഹാക്ക് ചെയ്യാനോ മറ്റേതെങ്കിലും രീതിയിൽ ചോർത്താനോ കഴിയാത്ത ഒരു സിസ്റ്റം ഈ സമിതി ഉണ്ടാക്കിയെടുക്കും എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വിദ്യാർത്ഥികൾക്ക് തങ്ങൾ എഴുതുന്ന പരീക്ഷയിൽ പൂർണ്ണമായ വിശ്വാസം തിരികെ കൊണ്ടുവരിക എന്നതാണ് മോദി സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. ഇനി ഉന്തിന്റെ കൂടെ ഒരു തള്ള് എന്ന് പറയുന്നത് പോലെ സാങ്കേതിക വിദ്യ മാത്രം പോരല്ലോ, തെറ്റ് ചെയ്യുന്നവർക്ക് കടുത്ത ശിക്ഷ കിട്ടുമെന്ന ഭയം കൂടി വേണം. പ്രധാനമന്ത്രി തന്റെ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട്, വിദ്യാർത്ഥികളുടെ ഭാവിയുമായി കളിച്ചവന്മാർ ഇപ്പോൾ ജയിലിൽ കിടന്ന് അഴിയെണ്ണുകയാണ് എന്ന്. ഇനി ഭാവിയിൽ ഇത്തരം ക്രമക്കേടുകൾ ഉണ്ടാകാതിരിക്കാൻ സർക്കാർ ചെയ്യുന്ന പ്രധാന കാര്യങ്ങൾ ഇവയാണ്. ചോദ്യപേപ്പർ ചോർച്ച തടയാനായി വളരെ കർശനമായ വ്യവസ്ഥയുള്ള ആന്റി പേപ്പർ ലീക്ക് ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്നു. ഇത്തരം കേസുകൾ വർഷങ്ങളോളം വലിച്ചു നീട്ടാതെ കുറ്റക്കാർക്ക് എത്രയും പെട്ടെന്ന് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ പുതിയ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. പരീക്ഷാ മാഫിയയെ വേരോടെ പിഴുതെറിയാനുള്ള നിയമപരമായ ഒരു ആയുധം കൂടിയാണിത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊരു താൽക്കാലിക പരിഹാരമല്ല. പരീക്ഷ ക്യാൻസൽ ചെയ്ത് കുറച്ചുപേരെ അറസ്റ്റ് ചെയ്ത് അതോടെ കൈകഴുകി പോകുന്ന ഒരു രീതിയല്ല സർക്കാർ ഇവിടെ കാണിക്കുന്നത്. ഇന്ത്യയിലെ ഭാവി തലമുറയുടെ പ്രശ്നമാണിത്. അത് വളരെ ശാസ്ത്രീയമായി തന്നെ പരിഹരിക്കണം എന്ന കൃത്യമായ ബോധം പ്രധാനമന്ത്രിക്കുണ്ട്. ഈ സമിതിയുടെ റിപ്പോർട്ട് വരുന്നതോടെ ഇന്ത്യയിലെ പരീക്ഷാ സംവിധാനം അടിമുടി മാറാൻ പോകുകയാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? മോദി സർക്കാരിന്റെ ഈ പുതിയ നീക്കം പരീക്ഷകളിലെ കോപ്പിയടിയും ചോർച്ചയും പൂർണ്ണമായി ഇല്ലാതാക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.